ഒരിക്കലെങ്കിലും തെറ്റിപ്പോകാൻ ഇടയുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് 99 പ്രാവശ്യം നന്മ ചെയ്താലും ഒരു പ്രാവശ്യം തെറ്റ് ചെയ്താൽ അവന് നമ്മൾ അതിന്റെ പേരിൽ ശിക്ഷിക്കുക. അവൻ കളയാണ്, അവൻ മുള്ളാണ് എന്ന് പറയാം. ക്രിസ്തു പറഞ്ഞു, നല്ല വിത്ത്, പക്ഷെ അത് വീണ് പോയത് കളകൾക്കിടയിൽ. കളകൾ വളർന്ന് അതിന് ജനിച്ചു വളർന്നു. എത്രമാത്രം നല്ല മനുഷ്യരെയാണ് ഈ കളകളിങ്ങനെ സമൂഹത്തിൽ ഇല്ലാതാക്കിയത്. അറിഞ്ഞു അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റിന്റെ പേരിൽ അവൻ പുറപ്പെടുവിച്ച 99 നന്മകളെയും മായ്ച്ചു കളഞ്ഞ മനുഷ്യർ. ക്രിസ്തു പറഞ്ഞു, നല്ല നിലത്ത് മുള്ളുകൾക്കിടയിൽ മുൾച്ചെടി വളർന്ന് അതിനെ നീക്കിക്കളഞ്ഞു. എത്രയോ പേരാണ് സ്വന്തം ജീവിതം തന്നെ മാറ്റിവെച്ചിട്ട് കുടുംബത്തിന് വേണ്ടി, കൂട്ടിന് വേണ്ടി, നാടിന് വേണ്ടി നന്മ ചെയ്ത് ജീവിക്കുന്നത്. എന്നാൽ എപ്പോഴെങ്കിലും പറ്റുന്ന ഒരു കുറ്റത്തിന്റെ പേരിൽ, കുറവിന്റെ പേരിൽ, തെറ്റിന്റെ പേരിൽ, പ്രായത്തിന്റെ പേരിൽ, രോഗത്തിന്റെ പേരിൽ അവനെ നമ്മൾ ഇല്ലാതാക്കി കളയുന്നു. ഓർക്കുക, 99 നന്മ ചെയ്യുന്നവനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു തെറ്റ് പറ്റാം. പക്ഷെ അവനെ തിരസ്കരിക്കരുത്, കൂടെ നിർത്തണം. കാരണം അവന്റെ ഉള്ളിലുമുണ്ട് പൂക്കാൻ കൊതിക്കുന്ന ഒരു ചെടി. അത് പൂത്തു കഴിഞ്ഞാൽ സൗരഭ്യമുണ്ടാകും. അവസാനത്തെ മണിക്കൂറിലാണ് യജമാനൻ അവനെ ജോലിക്ക് വിളിച്ചത്. ഒരൊറ്റ മണിക്കൂറേ ഉള്ള ജോലി. പക്ഷെ ജോലി കഴിഞ്ഞപ്പോൾ അവനും കൊടുത്തു ഒരു ധനാണ്. ദിവസം മുഴുവൻ ജോലി ചെയ്താൽ കിട്ടുന്ന കൂലി അവന് കിട്ടി. ഒരാളെയും തള്ളിക്കളയില്ല. സക്കേവൂസിനെ ജനങ്ങളെല്ലാം മാറ്റി നിർത്തി ക്രിസ്തു പറഞ്ഞു, നമുക്ക് വീട്ടിൽ പോകാം. ഒന്നിച്ചിരുത്തി, തള്ളിക്കളഞ്ഞില്ല. ഏറ്റവും അവസാനത്തെ നിമിഷമാണ് കള്ളൻ പറഞ്ഞത്, സ്വർഗത്തിലെത്തുമ്പോൾ എന്നെ ഓർക്കുമോ? ക്രിസ്തു പറഞ്ഞു, കൂടെ കൂടാം നിന്നെ സ്വർഗത്തിൽ. ചെയ്ത ഒരു നന്മയുടെ പേരിൽ സ്വർഗം കിട്ടിയ എത്രയോ പേരുണ്ട് ലോകത്ത്. വാതിൽ തുറക്കുക, ജാലകം തുറക്കുക, നല്ലത് കാണുക. ഒരു ഹോസ്പിറ്റലുകാരൻ ഒരു പരീക്ഷണം നടത്തി. ശസ്ത്രക്രിയ കഴിഞ്ഞ് വരുന്ന രോഗികളെല്ലാം കിടക്കുന്ന ആ റൂമിന് പുറത്ത് വാതിൽ ജനൽ തുറക്കുമ്പോൾ പച്ചപ്പ് കാണുന്ന രീതിയിൽ ക്രമീകരിച്ചു. പൂച്ചെടികൾ, നല്ല മരങ്ങൾ, കിളികൾ, അങ്ങനെ മനോഹരമായ ദൃശ്യങ്ങൾ. അതുപോലെ തന്നെ കുറെ രോഗികളെ ശസ്ത്രക്രിയ കഴിഞ്ഞുകൊണ്ട് കിടക്കുന്നിടത്ത് അവർ ജാലകം തുറക്കുന്നതിനപ്പുറത്തായിട്ട് ഒരു മതിൽ ക്രമീകരിച്ചു. ഇഷ്ടി കൊണ്ട് കെട്ടിയ ചുവന്ന ചായ പിടിച്ച മതിൽ. ആദ്യമത്തെ രോഗികളെല്ലാം ജനൽ തുറക്കുമ്പോൾ കാണുന്നത് പൂക്കളും ചെടികളും കിളികളും. അവർ പെട്ടെന്ന് സൗഖ്യം പ്രാപിച്ചു. മരുന്ന് കുറച്ച് മതിയായിരുന്നു, കാലയളവും കുറവ് മതി. എന്നാൽ വാതിൽ തുറക്കുമ്പോൾ ഇഷ്ടിക കാണുന്ന, ചുവന്ന കളർ കാണുന്ന, മറ്റൊന്നും കാണാത്ത ആ രോഗികൾ കൂടുതൽ മരുന്ന് വേണ്ടി വന്നു സുഖപ്പെടാൻ, കൂടുതൽ സമയം വേണ്ടി വന്നു സുഖപ്പെടാൻ. പച്ചപ്പുള്ള മനുഷ്യരാണ്. ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും ഉള്ളിലെ ദൈവത്തെ നിങ്ങൾ വളർത്തിയെടുക്കുക. തിരസ്കരിക്കപ്പെട്ടിട്ടും ക്രിസ്തു വീണ്ടും ഈ ലോകത്തിന് പച്ചപ്പായി മാറി. നമ്മൾ മറ്റു മനുഷ്യർക്ക് സൗഖ്യം നൽകുന്നവരാണ്. പച്ചപ്പാകാൻ ഉള്ള അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തോട്